പവിത്രത്തിലെ പുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. വിശ്വത്തെയാണെങ്കിൽ 2 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയാണ്. 2 ദിവസം കഴിഞ്ഞിട്ട് ഇനി കോടതി കൂടത്തുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോഴത്തേക്ക് വേദയ്ക്ക് വളരെ വിഷമം വരികയാണ്. ശ്രീജ ഭയങ്കര കരച്ചിൽ. അപ്പം കോടതിയുടെ പുറത്തേക്ക് വന്നപ്പം ശ്രീകാന്ത് വന്നിട്ട് വേദയെ കളിയാക്കിയാണ്. എന്തായാലും ആദ്യത്തെ കേസ് തന്നെ ഇങ്ങനെ ആയി പോയല്ലേ, നാളെ വേണില്ലേ നിനക്ക്? ഈ കേസ് എടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? ഇത് നിനക്ക് നേരത്തെ അറിഞ്ഞുകൂടായിരുന്നു? ഇത്രയും വിശ്വാസമില്ലാത്തൊരു സാക്ഷിയും കൊണ്ടുവന്നേക്കുന്നു. ഇത് ഞാൻ നേരത്തെ അറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ. നിനക്ക് ഇവനെ വരേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ട് വേദയെ കളിയാക്കിയാണ്. അവിടെ ആണെങ്കിൽ നമ്മുടെ വിശ്വത്തെ ആണെങ്കിൽ ജീപ്പിലേക്ക് കയറ്റാൻ കൊണ്ടുപോവുകയാണ്. അപ്പോഴത്തേക്ക് ശ്രീജ ഓടി വന്ന് കൂടെ വിക്രമും ഉണ്ട്. വിശ്വട്ടാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിൽ നടത്തുന്നു. അങ്ങനെ വിശ്വത്തെ അങ്ങ് കൊണ്ടുപോവുകയാണ്. അങ്ങനെ കോടതി വളപ്പ് വെച്ച് തന്നെ വേദയാണെങ്കിൽ ദർശനെ കാണുകയാണ്. ദർശൻ ചോദിച്ചാണ്, ഇത്രയും വിശ്വാസമില്ലാത്ത ഒരു സാക്ഷിയെ കൊണ്ടുവരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ വേദ എന്ന് ചോദിച്ച്. വേദയ്ക്ക് അത് അറിയത്തില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പം വേദ പറയാണ്, എനിക്കത് അറിയാമായിരുന്നു, പിന്നെ ഞാനൊന്ന് പ്രസൻറ്റ് ചെയ്തതന്നേ ഉള്ളൂ, ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്നും പറഞ്ഞ് വേദ പോവുകയാണ്. വർക്ക്ഷോപ്പിലാണെങ്കിൽ രാജേട്ടനും ജോസഫും അനിയൻകുട്ടനും വിക്രമും എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും കേസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ജോസഫ് ചോദിക്കുകയാണ്, നമ്മുടെ വേദ വക്കീൽ ശരിയല്ലാത്തതുകൊണ്ടാണോ, നല്ലൊരു വക്കീലിനെ കണ്ടെത്തണോ, അതുകൊണ്ടാണോ വിശ്വട്ടനെ ഇറക്കാൻ പറ്റാഞ്ഞതെന്ന് ജോസഫ് ചോദിക്കുകയാണ്. വക്കീലിൻ്റെ കുഴപ്പം കൊണ്ടൊന്നുമില്ല, ആ ഷാജിയെ നമ്മൾ സാക്ഷിയായിട്ട് കൊണ്ടുവന്നതിൻ്റെ കുഴപ്പമാണ്. അവനൊരു കള്ളനാണ്, അവൻ പറയുന്നത് ആരും വിശ്വസിക്കത്തില്ല, അത് നമ്മൾ അത്രയും ആലോചിച്ചില്ല, അതുകൊണ്ട് പറ്റിയതാ. അതുമാത്രമല്ല, ആ പേപ്പറിനകത്ത് ഒപ്പിടിപ്പിച്ച് വാങ്ങിച്ചത് വിനായകനല്ലേ, അവൻ ഇതിനകത്ത് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിക്കും. അപ്പം നിന്ന് രാജേട്ടൻ ചോദിക്കണം. അന്നേരം വിക്രം ഒന്നും മിണ്ടുന്നില്ല. അപ്പം വിക്രം പറയുകയാണ്, ഞാൻ അത്രേ ഓർത്തില്ല, ഷാജിയുടെ വാക്കാരും വിശ്വസിക്കത്തില്ല എന്നുള്ള ഒരു ആലോചന പോയില്ല എന്ന് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദർശൻ അങ്ങോട്ട് വരികയാണ്. ദർശൻ വന്നിട്ട് വിക്രമനോട് പറയുമായിരുന്നു, ആ ഷാജിയെ ഒരു സാക്ഷി വേണ്ടായിരുന്നു, അയാളുടെ പറച്ചിൽ, അയാളുടെ സംസാരം നമുക്ക് വിശ്വാസയോഗ്യമായി കോടതി എടുക്കത്തില്ല, നിങ്ങൾ അത്രയും ചിന്തിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം വിക്രം പറയാണ്, അത്രയായിട്ടും അങ്ങോട്ട് ആലോചിച്ചില്ല സാറേ എന്ന് പറയുകയാണ്. 2 ദിവസം കൂടെ വിശ്വട്ടൻ ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ആ ടെൻഷൻ താങ്ങാൻ പറ്റത്തില്ല, അമ്മയ്ക്ക് വല്ല അസുഖം വരുമെന്നൊക്കെ വിക്രം പറയുകയാണ്. ശ്രീകാന്ത് ആണെങ്കിൽ ഇതിനെ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്, എങ്ങനെയും വിശ്വനകത്ത് കിടത്തും എന്ന രീതിയിലിരിക്കുകയാണ്. അത്ര വലിയ രീതിയിലാണ് ഈ കേസ് കുടുക്കിയിരിക്കുന്നതെന്ന് ദർശൻ പറയാണ്. പിന്നെ ആകപ്പാടെ ഉള്ള ഒരു കാര്യം, വിശ്വനെ പുറത്തിറക്കാൻ പറ്റുന്ന ഒരു വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിക്രമിനെതിരെ മാത്രമല്ല ഈ കേസ് കൊണ്ടുവന്നിരിക്കുന്നത്, വേദയ്ക്കും കൂടെ ഉള്ള ഒരു പണിയാണ്. അപ്പോൾ വേദ തിരിച്ച് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ശ്രീകാന്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലുക, അത് മാത്രമേ ഉള്ളൂ പരിഹാരം എന്ന് പറയുന്നത്. അപ്പം വിക്രം ചോദിക്കണം, ഇത് പറയാനാണോ സാറ് വന്നത്? അത് എന്തായാലും ഇപ്പം നടക്കത്തില്ല, കാരണം ഞാൻ അവളെ ഭാര്യയായിട്ട് അംഗീകരിച്ചില്ല, അത് സത്യം തന്നെ. പക്ഷേ കുറേ നാൾ 2 പേര് തമ്മിൽ ഒരുമിച്ച് കഴിയുമ്പോൾ ഒരു ബോണ്ട് ഉണ്ടാവുമല്ലോ, ഒരടുപ്പം. ആ അടുപ്പം ഞങ്ങൾക്കിപ്പോൾ ഉണ്ടായി തുടങ്ങിയിരിക്കുകയാണ്. അത് കാരണം എനിക്കൊരു സന്തോഷമുണ്ട്. ആ സന്തോഷം എനിക്കിപ്പം കളയാൻ തോന്നുന്നില്ല. പിന്നെ എപ്പോഴെങ്കിലും ആ സന്തോഷം ഇല്ലാതാവുമെന്ന് തോന്നുവാണെങ്കിൽ അന്ന് ഞാൻ സാറിനെ അറിയിക്കാം, അപ്പോൾ സാറ് വന്ന് കൊണ്ടുപോയാൽ മതി. ഇപ്പം എന്തായാലും അവളെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ലെന്ന് വിക്രം പറയുന്നു. ഇത് കേട്ടപ്പോൾ രാജേട്ടനും അനിയൻകുട്ടനും എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്. അപ്പം ഓക്കെ, അപ്പം ദർശൻ പറയണം, ഓക്കെ, നിങ്ങൾ തമ്മിൽ അങ്ങനൊരു അടുപ്പമുണ്ടെങ്കിൽ എനിക്ക് സന്തോഷം മാത്രമാണ് ഉള്ളത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദർശൻ അങ്ങ് പോവുകയാണ്. അപ്പോൾ പോയി കഴിഞ്ഞപ്പം രാജേട്ടൻ ചോദിക്കാൻ, നിങ്ങൾ തമ്മിൽ ഇത്രയൊക്കെ ആയോ എന്ന് ചോദിക്കണം. അപ്പം വിക്രം പറയാണ്, അതല്ലൊരു രാജേട്ട ഇപ്പോഴത്തെ പ്രശ്നം, നമ്മുടെ വിശ്വട്ടനല്ലേ വിശ്വട്ടനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കുക, അതല്ലേ നമ്മുടെ ഇപ്പോഴത്തെ പ്രധാന കാര്യം എന്ന് പറയുകയാണ്. പിന്നെ കാണിക്കുക, നമ്മുടെ വേദയാണെങ്കിൽ ആ മാനേജർ സുഭാഷിൻ്റെ വീട്ടിൽ ചെല്ലുകയാണ്. സുഭാഷിൻ്റെ മോക്കൊരു ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നു, ഭാര്യയോട് സംസാരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സുഭാഷ് വരുന്നു. അപ്പോൾ മാഡം എപ്പം വന്ന്? ഇപ്പം വന്നതേ ഉള്ളൂ. എന്നെയാണെങ്കിൽ ചേച്ചിക്ക് അറിയത്തില്ലായിരുന്നു, ഞാൻ ആരാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് സുഭാഷ് വന്നതെന്ന് പറയുന്നു. അപ്പം സുഭാഷ് ഭാര്യയോട് പറയുകയാണ്, ചായ എടുക്ക്. അങ്ങനെ ഭാര്യ ചായ എടുക്കാൻ പോയപ്പം എനിക്ക് സുഭാഷിനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, മാഡം എന്ന് പറഞ്ഞിട്ട് സുഭാഷ് വിളിച്ച് ദൂരോട്ട് പോയി നിന്ന് അവർ തമ്മിൽ സംസാരിക്കുകയാണ്. അപ്പം സുഭാഷിനറിയാലോ ഇന്ന് കോടതി നടന്ന കാര്യങ്ങളൊക്കെ, അതൊരു കള്ളക്കേസാണെന്നും അറിയാം. സുഭാഷാണ് ആ പൈസ കൊടുത്തു വിട്ടതെന്നും അറിയാം. സുഭാഷ് അവിടെ ജോലിക്ക് വന്ന സമയത്ത് ഇൻ്റർവ്യൂ ബോർഡിൽ ഉണ്ടായിരുന്ന ഞാനായിരുന്നു. അപ്പം ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ സുഭാഷിനെ അവിടെ ജോലിക്ക് എടുക്കാൻ
ഞാനും ഒരു കാരണമാണ്. ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളൊക്കെ നടത്തിയെന്ന് അച്ഛൻ അറിഞ്ഞാൽ സുഭാഷിൻ്റെ ജോലി പോവും. ഇത് തന്നെ ശ്രീയേട്ടൻ അച്ഛനില്ലാത്ത സമയത്താണ് ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത്. അച്ഛൻ തിരിച്ചു വരുമ്പോൾ ഇതൊക്കെ അറിയുമ്പോഴാണ് സുഭാഷിൻ്റെ ജോലി പോകാൻ ഇതൊരു കാരണം ആവുമെന്ന് പറയണം. അപ്പം പറയാണ് എൻ്റെ ജോലി സുഭാഷ് പറയാണ്, മാഡം ഞാനിത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, സാറ് പറഞ്ഞത് കൊണ്ട് മാത്രം ചെയ്തതാണ്. അപ്പം വേദ ചോദിക്കുകയാണ്, അപ്പോൾ ആ കാശ് തിരിച്ച് ആരുടെ കയ്യിലാണ് വന്നത്, അതിപ്പോൾ എവിടെ ഉണ്ടെന്നൊക്കെ വേദ ചോദിക്കുകയാണ്. അത് തിരിച്ച് എൻ്റെ കയ്യിൽ തന്നെ വന്നേക്കുന്നത്, അതിപ്പോൾ എവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പം വേദ പറയാണ്, നാളെ കോടതിയിൽ വന്ന് സത്യങ്ങളെല്ലാം സുഭാഷ് പറയണം. ഒരു പാവപ്പെട്ട മനുഷ്യനെയാണ് എല്ലാവരും കൂടെ ക്രൂശിച്ച് ജയിലിലേക്ക് ആക്കാൻ നോക്കുന്നത്. അപ്പോൾ അതിന് മൗന സമ്മതം മൂളല്ലേ. അതുകൊണ്ട് സുഭാഷ് വന്ന് കോടതിയിൽ വന്ന് സത്യം പറയണം. അപ്പോൾ സുഭാഷ് ചോദിക്കുകയാണ്, ഞാൻ വന്ന് പറയുന്നത് കൊണ്ട് എൻ്റെ ജോലിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ മാഡം? ഒരു പ്രശ്നം വരത്തില്ല, സുഭാഷ് വന്ന് പറഞ്ഞാൽ മതിയെന്ന് വേദ പറഞ്ഞങ്ങ് പോവുകയാണ്. അപ്പോഴത്തേക്ക് ഭാര്യ ചായയായിട്ട് വരുന്ന ചായ കുടിക്കുന്ന വേദ മറ്റേ മോളുടെ ഗിഫ്റ്റൊക്കെ തുറന്ന് കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് രാത്രി വിക്രം വീട്ടിലേക്ക് വരുമ്പോൾ മുറി തുറന്ന് വരുമ്പോഴത്തേക്ക് വേദ കണ്ണ് തുടയ്ക്കുന്നതാണ് കാണുന്നത്. അപ്പം ചോദിച്ചു, എന്താ വേതാളം, ഇരുന്ന് കരയുകയാണോ? ഏയ് ഒന്നുമില്ല, വീട്ടിൽ നിന്ന് സംസാരം ഉണ്ടായി കാണും, അതായിരിക്കും എല്ലാവരും കൂടെ ഇരുന്ന് ഓരോ കുറ്റപ്പെടുത്തി കാണുമെന്ന് വിക്രം പറയുകയാണ്. എന്ന് പറഞ്ഞ് വേദ മൂളിയാണ്. അന്നേരം വിക്രം പറയാണ്, അത് സാരമില്ല, അവരെ വിഷമം കൊണ്ടല്ലേ പറയുന്നത്, വിശ്വട്ടൻ 2 ദിവസം ജയിലിൽ കിടക്കും എന്നുള്ള ഒരു വിഷമത്തിൻ്റെ പുറത്ത് പറഞ്ഞാണെന്ന് വിചാരിച്ചാൽ മതി, സാരമില്ല. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ വേദയ്ക്ക് ഒരു ആശ്വാസമാണ്. എന്തായാലും നമ്മൾ ഇറങ്ങി തിരിച്ചില്ലേ, നമുക്ക് നോക്കാം, നമുക്ക് ജയിക്കാൻ പറ്റുമെന്ന് നോക്കാം എന്ന് വിക്രം പറയുകയാണ്. അപ്പം വേദ പറയാണ്, ഞാനിന്ന് ആ സുഭാഷിനെ നാളെ ഒരു സാക്ഷിയെ ഞാൻ കോടതിയിൽ ഹാജരാക്കും. ഏത് സാക്ഷി, അത് നാളെ കണ്ടാൽ മതി. അതുപോലെ തന്നെ വിശ്വട്ടനാണെങ്കിൽ 5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തെന്ന് വിശ്വസിക്കാൻ വയ്യാന്ന് വിക്രം പറയാണ്. അപ്പം വേദ പറയാണ്, അത് വിനായകേട്ടൻ ഒപ്പിട്ട് വാങ്ങിച്ച ആ പേപ്പറാണ്. ആ ഫ്ലാറ്റിൻ്റെ എന്നുവെച്ചാൽ ആ ചിട്ടിയുടെ ഫ്ലാറ്റ് വാങ്ങിക്കാൻ 5 ലക്ഷം രൂപ കൊടുത്തെന്ന് അവരൊരു കള്ള തെളിവുണ്ടാക്കാൻ വേണ്ടിയാണ് അത് ഒപ്പിടിപ്പിച്ച് വാങ്ങിച്ചത്. അപ്പം ആ ചിട്ടിയുടെ ഓണർ ആരാന്നറിയാവോ? ദർശൻ്റെ അച്ഛനാണ്. അപ്പം വിനായകേട്ടന് ഇതിന് പങ്കുണ്ടോ എന്ന് വിക്രം ചോദിക്കുന്നത്. അത് നമുക്കറിയില്ല, അത് നമുക്ക് ഉറപ്പുമില്ല, കാരണം ജോലി വാങ്ങിച്ചു കൊടുത്തത് വിനായകേട്ടൻ. അന്നേരം ചോദിച്ചപ്പോഴും പറഞ്ഞ് എനിക്കറിയത്തില്ല എന്നാണ് പറഞ്ഞത്. ഇന്നും ഞാൻ ചോദിച്ചു, ആ ചിട്ടിയുടെ ഓണർ ദർശൻ്റെ അച്ഛനാണെന്ന് അറിയത്തില്ലെന്ന് ചോദിച്ചപ്പോൾ അറിഞ്ഞുകൂടാന്നാണ് പറയുന്നത്. അപ്പോഴത്തേക്ക് വിക്രം ചാടി എണീച്ച് പോകാൻ ഒരുങ്ങുമ്പോൾ, എവിടെ പോകുന്നു, ഞാൻ വിനായകേട്ടൻ്റെ അടുത്ത് ചോദിക്കട്ടെന്നും പറഞ്ഞ് പോകുന്നു. ചോദിച്ചാലും വിനായകേട്ടൻ സമ്മതിക്കത്തില്ല. പിന്നെ എന്തിനാണ് ചോദിക്കുന്നത്, ആകെപ്പാടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് എന്തിനാണ്? നമ്മളിപ്പോൾ എന്തിനാണ് വിനായകേട്ടനെ പ്രതിക്കൂട്ടി നിർത്തുന്നത്? ഇപ്പം നമുക്ക് ആവശ്യം വിശ്വട്ടനെ പുറത്തിറക്കുക എന്നതാണ്. മാത്രമല്ല റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വിനായകേട്ടനെ ഒരുപാട് പേരെ അറിയാം. അപ്പം ഇതും അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് കയ്യിൽ തെളിവുമില്ല. അതുകൊണ്ട് നമുക്കിപ്പം അതിനെക്കുറിച്ച് ചോദിക്കാനൊന്നും പോകണ്ട. ഇത് പറയുന്നത് വിക്രം കേട്ട് അവിടെ ഇരിക്കുകയാണ്. ഇന്നാണെങ്കിൽ ദർശൻ പറയുന്നത്, നിന്നെ അങ്ങോട്ട് തിരിച്ചയച്ചാൽ ഈ പ്രശ്നമെല്ലാം തീരുമെന്നാണ്. അപ്പം വേദ വെച്ചു, അപ്പോൾ എന്തോ പറഞ്ഞ്, ഞാൻ പറഞ്ഞു എന്തായാലും വിശ്വമായിട്ടുള്ള കേസ് അവൾ ജയിച്ചിട്ട് ഞാൻ എന്തായാലും തിരിച്ച് പറഞ്ഞു വിടുന്നോളെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം ചിരിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ടപ്പം വേദയ്ക്ക് സന്തോഷമായി. വേദ പറയാണ്, കുറേ നാളിന് ശേഷമാണ് വിക്രം എന്നോട് സ്നേഹത്തോടെ ഒന്ന് സംസാരിക്കുന്നതെന്ന് പറയണം. അപ്പോൾ വിക്രം പറയാണ്, എൻ്റെ വിശ്വട്ടന് വേണ്ടി നീ ഇത്രയും കഷ്ടപ്പെടുന്നതല്ലേ, അപ്പം അതിൻ്റെ ഒരു പരിഗണന നിനക്ക് നൽകണ്ടേന്നും പറഞ്ഞ് നമ്മുടെ വിക്രം അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇത് കണ്ടിങ്ങനെ വേദ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്ന കോടതിയിലാണെങ്കിൽ പറയുകയാണ്, മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ SK ട്രേഡേഴ്സിൻ്റെ ഓണർ ശ്രീകാന്ത് ഈ കേസ് കെട്ടിച്ചമച്ചാണ്, വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി കെട്ടിച്ചമച്ച കഥയാണെന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. SK ട്രേഡേഴ്സിൻ്റെ മുതലാളിയായ ശ്രീകാന്തിൻ്റെ പെങ്ങൾ ഞാൻ പ്രതിയുടെ അനിയനായ വിക്രമിൻ്റെ കൂടെ കല്യാണം കഴിച്ച് പോയതിൻ്റെയുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാനാണ് വിശ്വനെ ഈ കേസിൽ അകപ്പെടുത്തിയതെന്ന് വേദ പറയാണ്. അപ്പം ഒബ്ജക്ഷൻ പറഞ്ഞുകൊണ്ടും എതിർഭാഗം വക്കീൽ ചാടി എണീച്ചിട്ട് പറഞ്ഞു, എങ്ങും വിശ്വസിക്കാൻ പറ്റാത്ത ഈ കഥ ഇവിടെ പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കണം. അപ്പം വേദ പറയാണ്, എങ്ങും വിശ്വസിക്കാത്ത ഒരു കഥയാണ്, പക്ഷേ ഇത് ഇവിടെ നടന്ന ഒരു കാര്യമാണെന്ന് വേദ പറയുകയാണ്. എനിക്ക് ഇന്ന് ഒരു സാക്ഷിയെ പ്രസൻറ്റ് ചെയ്യാനുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരു പേപ്പർ വേദയാണെങ്കിൽ ജഡ്ജിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.